ഷിക്കാഗോ സെൻറ് തോമസ് സീറോ മലബാർ രൂപത 25 വർഷം പൂർത്തിയാക്കുന്നു. അതോടനുബന്ധിച്ച് ബിഷപ്പ് അങ്ങാടിയത്ത് ബിഷപ്പായതിൻ്റെ 25-ാം വാർഷികവും ആഘോഷിക്കുന്നു. ഇതിനെല്ലാമായിട്ട് ജൂലൈ ആദ്യവാരം ഷിക്കാഗോയിൽ വെച്ചൊരു വമ്പിച്ച കൺവെൻഷൻ നടക്കുന്നു. 2000 കുടുംബങ്ങളെങ്കിലും പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അതിലൊരു പ്രാസംഗികൻ ഒഹായോയിലെ കൊളംബസ് രൂപതയുടെ ബിഷപ്പ് കെ ഫെർണാണ്ടസ് ആണ്. ഗോവയിൽ നിന്നുള്ള വ്യക്തി. അമേരിക്കയിലെ ഒരു മുഖ്യധാരാ രൂപതയിൽ ബിഷപ്പാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെപ്പറ്റി ആ സമയത്ത് കാര്യമായിട്ട് എഴുതുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തെ പോലുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. ഈ തരുണത്തിൽ ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈയിടയ്ക്കായിട്ട് ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ടെക്സസിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. ഫ്രിസ്കോ അതാണ് അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു. അപ്പം ഇന്ത്യക്കാർ ചെയ്യുന്നതെല്ലാം കുറ്റം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ത്യക്കാർ ഇവിടെ വന്ന് അധിനിവേശം നേടാൻ പോകുന്നു, ഇവിടെ ആക്രമണം നടത്തുന്നു എന്നുള്ള രീതിയിൽ. എന്ന് മാത്രമല്ല, ഇവിടുത്തെ സംസ്കാരമെല്ലാം അട്ടിമറിച്ചിട്ട് അവരുടെ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നു. അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ കുറവാണ്, കേരളീയരും എണ്ണത്തിൽ കുറവാണ്. നോർത്ത് ഇന്ത്യൻ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നു, അല്ലെ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമ്പോൾ അവർക്കും കിട്ടുന്നു. ആ രീതിയിലാണ് നമ്മൾ അമേരിക്കയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒഹായോയിൽ രാമസ്വാമി നിഷ്പ്രയാസം ഗവർണറാകുമെന്നാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ 2ാം സ്ഥാനത്തേക്കൊക്കെ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇന്ത്യാവിരോധം അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഒരു ആങ്കർ ബേബിയാണ്. ഈ ഏതോ ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ പരിപാടിയിൽ ഈ രാമസ്വാമി പങ്കെടുത്തു. അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞതാണ്, ഈ രാമസ്വാമിക്ക് ഒരു ഗണ്ണില്ല, വെടിവെക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ല, അദ്ദേഹം ഹണ്ടിങ്ങിന് പോകാറില്ല, മാംസം തിന്നാറില്ല, ഇങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഒരു ആങ്കർ ബേബിയാണ്. ഈ രീതിയിലാണ് പരാമർശങ്ങൾ. അപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ മൊത്തത്തിൽ H1 വിസയ്ക്ക് മാത്രമല്ല മൊത്തത്തിലൊരു എതിർപ്പ് ഉയരുന്നുണ്ട് നാനാഭാഗത്തു നിന്നും. അപ്പോൾ അത് മറ്റുള്ളവർക്കല്ല, നമുക്ക് എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേരളീയരാണ് അല്ലെ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നിറം എന്തായിരിക്കുന്നു അതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത്രയും കാലം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഈ ചെയിൻ മൈഗ്രേഷൻ നമ്മൾ വന്നു, നമ്മുടെ ബന്ധുക്കളെ കൊണ്ടുവന്നു, അവരുടെ ബന്ധുക്കളെ കൊണ്ടുവന്നു, അങ്ങനെ ആ ഒരു ചെയിൻ മൈഗ്രേഷൻ അമേരിക്കയിൽ അങ്ങ് നടക്കും, ഒരു കലാകാലത്തോളം ഇത് നടക്കും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല. ഈ മൈഗ്രേഷനും വിസയും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ഓരോ ഭാവി പരിപാടികളും രൂപപ്പെടുത്തേണ്ടത് എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ രൂപതയുടെ കാര്യം നോക്കുമ്പം 25 വർഷത്തിനിടയിൽ വലിയ വിജയങ്ങൾ നേടി. ഈ ഷോളി കുംബ്ലിയോലിയും മറ്റും എഴുതിയ കാര്യങ്ങൾ കാണുകയുണ്ടായി. 25ഓളം വൈദികർ ഇവിടെ നിന്ന് തന്നെ യുവാക്കൾ വൈദികരായി. അത് വലിയൊരു കാര്യമാണ്. വാസ്തവം പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിൽ വൈദികരാകുക എന്ന് പറയുന്നത് വലിയൊരു കമ്മിറ്റ്മെൻറ്റാണ്. അവരുടെ ജീവിതം കൊണ്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. അവർക്ക് വിവാഹം കഴിക്കാനാവില്ല, ഈ ഈ മറ്റ് സുഖസൗകര്യങ്ങളിൽ മുഴുകാനാവില്ല. അവരുടെ ജീവിതം ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമേ പോവുകയുള്ളൂ. കാര്യം അല്ലലും അലച്ചിലും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു പാതയിൽ ഉറപ്പുള്ള ഒരു ജീവിത രീതിയായിരിക്കാം. പക്ഷേ എന്നാലും ആ മൊത്തത്തിലുള്ള ജീവിതം ത്യജിച്ചുകൊണ്ടാണ്, അവരുടെ എല്ലാവിധ സൗഖ്യങ്ങളും ത്യജിച്ചുകൊണ്ടാണ് അവർ രംഗത്തേക്ക് വരുന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് അമേരിക്ക പോലെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ നിന്ന് ആളുകൾ രംഗത്ത് വരുന്നു, യുവാക്കൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അപ്പോൾ അത് ഈ രൂപതയുടെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ 50ഓളം പാരീഷും 35ഓളം മിഷനുകളും 85,000-ഓളം വിശ്വാസികളുണ്ടെന്നാണ് പറയുന്നത്. വലിയൊരു കാര്യമാണ്. 1,00,000-1,00,000-തിനടുത്ത് വിശ്വാസികൾ. അപ്പം നോക്കുമ്പം ഈ സീറോ മലബാർ രൂപത മാത്രമല്ല, എത്ര രൂപതകളുണ്ട്? ഓർത്തഡോക്സ് സഭയ്ക്ക് 2 രൂപതകളുണ്ട്. ന്യൂയോർക്കിലുമുണ്ട്, ഹൂസ്റ്റണിലുമുണ്ട്. അപ്പോൾ 2 രൂപതകൾ. മറ്റ് മാർത്തോമാ സഭ, മറ്റും എല്ലാ സഭകളും, അതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭകൾ, ഇവയെല്ലാം കൂടി ചേരുമ്പം വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന അത്രയധികം ക്രിസ്ത്യാനികൾ ഇവിടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായി തീരും. പക്ഷേ അങ്ങനെ പലതായിട്ട് നമ്മൾ വേറിട്ട് നിൽക്കുന്നു. ഒന്നിച്ചു വരാനുള്ള സാധ്യതകളൊന്നുമില്ല. എക്യുമെനിക്കൽ പ്രസ്ഥാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും. അപ്പോൾ ഈ ഷിക്കാഗോ രൂപതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യകാലത്ത് ഇപ്പം 1984 തോന്നുന്നു ബിഷപ്പ് അങ്ങാടിയത്ത് പിതാവ് ഡാലസിൽ ഒരു
പിന്നെ ഇടവകയുടെ വികാരിയായിട്ട് വരുന്നത്. അതാണ് ആദ്യത്തെ ഒരു സംഭവം തോന്നുന്നു. പിന്നീട് തൊണ്ണൂറുകളിൽ ബിഷപ്പ് പിന്നെ ഇവിടെ പിന്നെ കണ്ടത്തിക്കുടിയച്ചൻ അങ്ങനെയുള്ളവർ പിന്നെ മറ്റുള്ളവർ വന്നു. അതിനുശേഷമാണ് ഇവിടെ ഒരു രൂപത വന്നാൽ തരക്കേടില്ല എന്നുള്ള രീതിയിൽ അതിനുള്ളൊരു പ്രസ്ഥാനം തന്നെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ 90കളിൽ ഇതിനുവേണ്ടി അന്ന് ഞങ്ങൾ മലയാളം പത്രത്തിലാണ് ഇതിനെപ്പറ്റി ഉള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരു ഭാഗം ആളുകൾ അതിനെ അനുകൂലിച്ചു, ഒരു ഭാഗം അതിനെ എതിർത്തു. അപ്പോൾ ഇങ്ങനെ രൂപതയുടെ ഒരു ആവശ്യമില്ല, ഇവിടുത്തെ പള്ളികളിൽ നമുക്കൊരു കുഴപ്പമില്ല, നമ്മളെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്, എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് നൽകുന്നുണ്ട് എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ബോംബെയിലെ കല്യാണിലൊരു രൂപത വന്നപ്പം അവിടെയും ഇതേ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, പക്ഷെ അന്ന് ഒരു വ്യത്യാസമുണ്ടായിരുന്നത് അവിടുത്തെ രൂപതകൾക്ക് ഈ പ്രത്യേക ഒരു രൂപത വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ലത്തീൻ രൂപതകൾക്ക് ഈ സീറോ മലബാറുകാർക്കായിട്ട് മറ്റൊരു രൂപത വരുന്നതിനോടുള്ള ഒരു താല്പര്യക്കുറവ് അവിടെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രൂപതയുണ്ട്, നിങ്ങളുടെ സ്വന്തം പള്ളിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനങ്ങളുണ്ട്, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയിക്കൂടെ എന്നുള്ളൊരു നിലപാടായിരുന്നു ആദ്യകാലത്ത് അവർക്ക്. നേരെ മറിച്ച് അമേരിക്കയിലെ രൂപതകൾ ഈ ഒരു പുതിയ രൂപത വരുന്നതിനോട് വളരെ താല്പര്യം കാണിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇരിക്കുന്നത്. അമേരിക്കയിൽ ഈ പിന്നെ സഭാധികൃതർ ഈ പിന്നെ വൈവിധ്യം ഉണ്ടാകുന്നതിനോട് യാതൊരുവിധ എതിർപ്പും അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല പള്ളികളും ഈ വിട്ടുകിട്ടുന്നതിനും പിന്നെ വാങ്ങുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ അവർ നൽകുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല, ഈ രൂപത വന്നതിന് ശേഷം ധാരാളം കുട്ടികൾ ഈ ആളുകളെല്ലാം ഒത്തുകൂടാനൊരു അവസരം കിട്ടി. ആളുകൾക്ക് പിന്നെ വരാനും പങ്കെടുക്കാനും മലയാളത്തിൽ സംസാരിക്കാനും ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാള ഭാഷയും മലയാള സംസ്കാരവും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കുർബാന കണ്ടാൽ കുഴപ്പമില്ല, അതിലെന്തെങ്കിലും മോശമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും മലയാളത്തിലും മലയാള സംസ്കാരത്തിലും നമ്മൾ പിന്തുടർന്ന് വന്ന ആ സംസ്കാരത്തിലും തുടരുന്നത്, ആ വിശ്വാസ രീതിയിലും തുടരുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ വേദപാഠം പഠിക്കാനായിട്ട് വരുന്നു. അവർ പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും, ഇംഗ്ലീഷിലാണ് അവർ കൂടുതലായിട്ട് പഠിക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ചിന്താധാര, നമ്മുടെ ആ ഒരു വിശ്വാസ രീതിയിൽ, നമ്മുടെ ആ ഒരു സംസ്കാരത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിന് എല്ലാം ഈ രൂപത പിന്നെ സഹായിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ രൂപത ഒരു വൻ വിജയമായിരുന്നു. ഇനി ഈ വിജയത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഷപ്പ് അങ്ങാടിയത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ്. നമുക്കറിയാം, അദ്ദേഹം സൗമ്യനായ ഒരു മനുഷ്യനാണ്. ഈ ബിഷപ്പുമാരെ പറ്റിയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ബിഷപ്പ് അങ്ങാടിയത്ത് പിതാവ്, അതുപോലെ തന്നെ മാർ ബർണബാസ് തിരുമേനി, ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത. അപ്പോൾ അവരെപ്പോലുള്ളവരായിരിക്കണം ബിഷപ്പുമാർ. സൗമ്യരും പിന്നെ ശാന്തശീലരും, ഈ വലിയ വിളവന്മാരും പുളവന്മാരും വലിയ മിടുക്കന്മാരും ഒന്നും ബിഷപ്പുമാരൊന്നും ആവേണ്ട കാര്യമില്ല. അവരൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വലിയ സമർത്ഥന്മാർ, ഒരുപാട് ആശുപത്രികളോ ഒരുപാട് കോളേജുകളോ ഉണ്ടാക്കാൻ കഴിവുള്ളവരെ അല്ല വേണ്ടതെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. കൂടുതൽ വിശ്വാസവും കൂടുതൽ ഭക്തിയുമുള്ള ആളുകൾ, കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ. അപ്പോൾ അതിലൊരാളായിരുന്നു അങ്ങാടിയത്ത് പിതാവ്. അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം ആദ്യകാലത്തെല്ലാം നമുക്ക് വളരെ പിന്നെ അനുഗ്രഹകരമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. പിന്നെ അദ്ദേഹത്തിന് രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം പല കാര്യങ്ങളും ആ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിൽ കൂടി നിശബ്ദമായൊരു സേവനം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു, ആ ദൗത്യം. പിന്നീട് വന്ന ജോയി പിതാവും നമുക്കറിയാം, ജോയി ആലപ്പാട്ട്, അദ്ദേഹവും ആ പാത പിന്തുടരുന്ന വ്യക്തിയാണ്. പിന്നെ ഇനി ഈ രൂപതയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ കത്തോലിക്കാ സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രൂപതയും കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരും വൈദികരും അവരുടേതാണ് രൂപതയും സഭയും ഒക്കെ. നമ്മൾ ഇത്തിരി ഒരു വിമർശനം കൂടെ പറയുകയാണ്. നമ്മുടെ വിശ്വാസികളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ സംഭാവനകൾ കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി. സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ ആ ഒരു തരത്തിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഈ സാധാരണ വിശ്വാസികൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും പള്ളികളും മറ്റും ഒക്കെ പണിയുകയും അല്ലെങ്കിൽ വാങ്ങിയ പള്ളികൾക്ക് പണം അടയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഈ വിശ്വാസികൾ ഇല്ലാതെ പറ്റത്തില്ല. വിശ്വാസികളുടെ ഒരു സഹായമില്ലാതെ, വിശ്വാസികളുടെ ആ കൂട്ടായ്മയില്ലാതെ മുന്നോട്ട് പോകാനാവില്ല. അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്ന. ഒരു വിമർശനമല്ല, ഒരു അഭിപ്രായം മാത്രം. എന്തായാലും ഈ സഭയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഗുണമല്ലാതെ ഒരു ദോഷവും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അന്ന് വിമർശനം ഉന്നയിച്ച ആളുകൾ ഇപ്പോഴവർ വിമർശനം ഉന്നയിക്കുന്നുണ്ടോ എന്നെനിക്ക് സന്ദേഹമുണ്ട്. മിക്കവരും തന്നെ ഈ രൂപതയിലെ പള്ളികളിലൊക്കെ ചേരുകയും പോവുകയും ഒക്കെ ചെയ്യുന്നു. ഇനി മറ്റ് അമേരിക്കൻ പള്ളികളിൽ പോകുന്നുണ്ടെങ്കിൽ കൂടി
ഈ പള്ളിയിലാണ് ഇടവകയും നമ്മൾ ആവശ്യമുള്ള സമയത്തെല്ലാം ഇവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് പിന്നെ തുടർന്ന് പോരുന്നത്. ഇനി കൺവെൻഷനെ പറ്റി പറയുമ്പം അതിലുമൊരു വിമർശനം കേട്ടു. ഈ കൺവെൻഷന് പിന്നെ വലിയ തുകയാണ് രജിസ്ട്രേഷനും ഈ താമസത്തിനൊക്കെ കൂടെ. കാരണം എന്തോ പിന്നെ വലിയ ഫെസിലിറ്റിയാണത്. അതിന് പുറമേ ആളുകൾ ഈ യാത്രയും കൂടെ ചെയ്യുമ്പോൾ, വിമാനത്തിലും കൂടെ പോകുമ്പോൾ വലിയൊരു തുക അവർ മുടക്കേണ്ടി വരുന്നു ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ. അതിന് പുറമേ ഈ സമയത്ത് പിന്നെ 3-4 കൺവെൻഷനുണ്ട്. ഫൊക്കാന കൺവെൻഷനുണ്ട്, ഫോമ കൺവെൻഷനുണ്ട്. ഇങ്ങനെ കൺവെൻഷനുകൾ പലതുണ്ട് ആ സമയത്ത്. അതിൻ്റെ കൂടെയാണ് ഈ കൺവെൻഷനും കൂടെ വരുന്നത്. അപ്പം ഈ വലിയ തുക വഹിക്കുക ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും പറയുന്നു. എന്തായാലും അത് തീരുമാനമായ കാര്യമാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ കൂടി ഇങ്ങനെയുള്ള ചില വിമർശനങ്ങളും നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സിറോ മലബാർ സഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നു. അത് മുന്നോട്ടും ആ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.